പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ദിവസങ്ങൾക്ക് മുൻപ് ഒരു പെണ്ണിന്റെ പേരിൽ സംവിധായകൻ റോഷൻ ആൻഡ്രൂസും നിർമ്മാതാവ് ആൽവിൻ ആന്റണിയുടെ മകനും സഹസംവിധായകനുമായ ആൽവിൻ ജോണും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഒടുവിൽ ഒത്തുതീർപ്പിലെത്തി. നിർമ്മാതാവ് ആൽവിൻ ആന്റണിയുടെ വീട്ടിലെത്തി സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് മാപ്പ് പറഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ അവസാനിച്ചത്. ആൽവിൻ ആന്റണിയുടെ മകനെതിരെ റോഷന്റെ സുഹൃത്തായ സഹസംവിധായകൻ നൽകിയ പീഡന പരാതിയും പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഈ കേസിൽ നിന്നും ആൽവിൻ ജോൺ ഊരി. കേസ് നിയമ നടപടികളിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഭാര്യയുമൊത്ത് ആൽവിൻ ആന്റണിയുടെ വീട്ടിലെത്തി റോഷൻ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തത്. ഒരു പെണ്ണിന്റെ പേരിൽ ആൽവിൻ ആന്റണിയുടെ വീട്ടിൽ കയറി റോഷൻ ആൻഡ്രൂസ് അക്രമം നടത്തിയത് സിനിമാ ലോകത്തെ ചർച്ചാ വിഷയമായിരുന്നു. റോഷനെ നിർമ്മാതാക്കളുടെ സംഘടന വിലക്കുകയും ചെയ്തു. അതിനിടെയാണ് പ്രശ്നമെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചെന്ന കത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ലഭിച്ചത്. ആൽവിൻ ആന്റണിയുടെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ റോഷൻ ആൻഡ്രൂസിനെതിരെ കടുത്ത നിലപാടാണ് സിനിമാ ലോകം എടുത്തത്. നിർമ്മാതാക്കളുടെ സംഘടന നേരിട്ട് DGPക്ക് പരാതിയും നൽകി. ഇതിനിടെയാണ് ആൽവിന്റെ മകനെതിരെ പീഡന പരാതി എത്തിയത്. ഇതോടെ കേസിൽ നിന്ന് പിന്മാറാൻ ആൽവിനിൽ സമ്മർദ്ദം ഏറുകയായിരുന്നു. കൂടുതൽ പ്രതിസന്ധികളിലേക്ക് പോകാതിരിക്കാൻ നടത്തിയ ഒത്തുതീർപ്പ് നീക്കങ്ങൾ ഇതോടെ ഫലം കണ്ടു. കേസിൽ നിന്ന് പിന്മാറാൻ ആൽവിനും തീരുമാനിച്ചു. ഇതോടെയാണ് പ്രശ്നപരിഹാരം സാധ്യമായതെന്നാണ് സൂചന. സിനിമയിലെ പ്രമുഖരും ഒത്തുതീർപ്പിനു വേണ്ടി രംഗത്ത് എത്തിയിരുന്നു. മലയാളത്തിലെ പ്രമുഖ സംവിധായകനാണ് റോഷൻ ആൻഡ്രൂസ്. കായംകുളം കൊച്ചുണ്ണി എന്ന 100 കോടി ക്ലബിൽ കയറിയ സിനിമയുടെ സംവിധായകൻ. ഇതെല്ലാം പരിഗണിച്ചാണ് ഇടപെടൽ നടന്നത്. ഇതിന്റെ ഭാഗമായാണ് റോഷൻ ആൻഡ്രൂസ് ആൽവിന്റെ വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തത്. ഇതോടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും വിലക്ക് പിൻവലിക്കാൻ സാധ്യത കൂടുകയാണ്.